നമ്മളിന്ന് 10 രൂപയുടെ ഒരു ഐസ്ക്രീം ബോൾ വെച്ചിട്ട് വീടിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരു താമരക്കുളം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താമരപ്പൂ ഉണ്ടാക്കാനായിട്ട് ഈ ബോളിനെ 4ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോളിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടാനായിട്ട്. കുറച്ചുകൂടി വലിയ ബോളാണെങ്കിൽ നമുക്ക് 5ഓ 6ഓ ഒക്കെ ആയിട്ട് മുറിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു കുഞ്ഞി ബോളായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് 4ആയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി 4ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ കട്ടിയുള്ളൊരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പോർഷനിലുള്ള ഈ കട്ടിയുള്ള ഈ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഓരോന്നായിട്ടും ഒരു ഇതളിൻ്റെ രൂപത്തിൽ, താമരയുടെ ഇതളിൻ്റെ രൂപത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് പാടാണ്, എന്നാലും നമുക്ക് വളരെ സാവകാശം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വിടർത്തിയെടുക്കാം. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ വിടർത്തിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വിടർത്തി ഒരു പൂ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താമരപ്പൂവിനൊരു ലൈറ്റ് പിങ്കിഷ് കളറാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ കളർ ഇല്ലാത്തതുകൊണ്ട് റെഡും വൈറ്റും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു പിങ്കിഷ് കളർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കളറൊന്ന് ചെയ്ത് കൊടുക്കാം.
ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു താമരപ്പൂവിൻ്റെ ഒരു ഷേപ്പൊക്കെ നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തൊരു ഒരു പൊന്തിയിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു തെർമോക്കോൾ ബോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ തെർമോക്കോൾ ബോൾ കേക്ക് വാങ്ങിയപ്പോൾ അതിനകത്ത് ഡെക്കറേഷനായിട്ട് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ദാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊരു യെല്ലോ കളർ പെയിൻറ്റും കൂടി ചെയ്ത് കൊടുക്കാം. യെല്ലോ കളർ പെയിൻ്റൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഫെവി ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കോളും. അപ്പോൾ ഞാൻ അതൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് താമരപ്പൂ പോലെയൊക്കെ തോന്നുന്നില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പെൻസിലോ പേനയോ വെച്ചിട്ട് ഒരു ബ്ലാക്ക് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ താമരപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി താമര ഇലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ കവറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ കവറാണ്. ഈ കവറിനെ നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് ഇതിനകത്താണ് നമ്മൾ ലീഫ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്തൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താമര ഇലയുടെ ഒരു ഷേപ്പിൽ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു താമര ഇലയുടെ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഗ്ലൂ, അതായത് ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതിനുശേഷം ഈ ഗ്ലൂ ഒന്ന് മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈർക്കിലാണ് കേട്ടോ ഇത് ഈർക്കിൽ ഒട്ടിച്ചു കൊടുക്കുവാണേ. ഇതിൻ്റെ ലീഫിലുള്ള വരകൾ പോലെ നമുക്ക് ഈർക്കിൽ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഈ സെയിം ഗ്ലൂ തന്നെ ഒന്നുകൂടി തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗത്തായിട്ടും നമ്മൾ നല്ലപോലെ ഈ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. പ്ലാസ്റ്റിക് കവർ എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിത് വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കിറ്റുണ്ടല്ലോ, ആ കിറ്റാണ് കേട്ടോ ഒരു പാർട്ട് ഞാൻ മുറിച്ചെടുത്തത് ഗ്രീൻ കളറിലുള്ളത്. അത് നമ്മൾ ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഗ്ലൂ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താമര ഇല ഇവിടെ സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു താമര ഇല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ താമര പൂവും കൂടി ഒന്ന് വച്ച് കൊടുക്കാം. ഗ്ലൂ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഐസ്ക്രീം ബോൾ വെച്ചും പ്ലാസ്റ്റിക് കവർ വെച്ചും ഉണ്ടാക്കിയ ഈ താമരക്കുളമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അത്രയ്ക്കേ ഉള്ളൂ.
താങ്ക് യു.